ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞായറാഴ്ച ആയതുകൊണ്ട് രണ്ടാളും കുറച്ച് ഞായറാഴ്ചകളിലാണ്, മുടക്കുള്ള ദിവസങ്ങളിലാണ് ഇപ്പോൾ ചൂണ്ടാൻ പോകണമെന്നുകൊണ്ട് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു വീട്ടിൽ. രണ്ടാളെയും കൊണ്ട് ചൂണ്ടാൻ പോകണമെന്നുണ്ട് എന്നും പ്രശ്നങ്ങളാണ്. രണ്ടാൾക്ക് ചൂണ്ടൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര അധികം നേരത്തേക്കൊന്നും ഇല്ല കേട്ടോ. അവിടെ ചെന്ന് 1-2 വട്ടം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ കിട്ടാണ്ടായി കഴിഞ്ഞാൽ അത് ഇട്ടെറിഞ്ഞിങ്ങോട്ട് പോരും. അതാണ് സ്ഥിരം പരിപാടി. എന്നാലും അവർക്കൊരു ആഗ്രഹമാണ്. അപ്പോൾ വീടിൻ്റെ അടുത്തുള്ളൊരു കുറച്ച് അങ്ങോട്ട് പോകണം. അങ്ങോട്ട് നീങ്ങിയിട്ട് ഒരു സ്ഥലത്ത് ഒരു കിണറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പറമ്പിലൊക്കെ വെള്ളം കയറി ഇറങ്ങി കഴിഞ്ഞാൽ ഈ കിണറ്റിലാണ് വെള്ളം സ്റ്റോറായി നിൽക്കുക. അപ്പോൾ ഇവർ രണ്ടുപേരും എപ്പോഴും അവിടേക്കാണ് പോവുക. അവിടെ എൻ്റെ കൂടെ വരലുണ്ടല്ലോ, ഒറ്റയ്ക്കൊന്നും പോകാറില്ല. ഞാൻ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ പോവുള്ളൂ. ഒരു പറമ്പിലാണത്, ആ കുഴി കിണറാണ്, ആരും ഉപയോഗിക്കാത്തൊരു കിണറാണ്. അതിലാണ് നമ്മൾ നമ്മുടെ മീൻപിടുത്തം ചെയ്യാറ്. അപ്പോൾ ഇവരുടെ ആഗ്രഹം നടക്കും. നമുക്ക് നമ്മുടെ ആ ഒരു പരിപാടിക്ക് കൊണ്ടുപോയി എന്നുള്ളതായി. അതിന് വേണ്ടിയിട്ടാണ് ഈ പരിപാടി ചെയ്യണത്. അപ്പോൾ അങ്ങനെ പതിവ് പോലെ ഞങ്ങൾ എല്ലാ പ്രാവശ്യവും ഇര പിറക്കാറുള്ള പറമ്പിൽ വന്ന് ഇര എടുത്ത് മണ്ണിര കളക്ട് ചെയ്ത് ആ മണ്ണിരയും കൊണ്ട് മീൻ പിടിക്കാൻ പോകുന്ന നമ്മുടെ പരിപാടി, ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിൽ കിട്ടുന്ന മീനുകളൊക്കെ നിങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ കിച്ചുട്ടനാണ് ഇര പിടിക്കാനായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്നത്. ചേട്ടായി രച്ചുട്ടൻ ഓൾറെഡി ഞങ്ങളുടെ ഇരപിടുത്തം വീഡിയോയിൽ പകർത്തിക്കൊണ്ടിരിക്കുക മൊബൈലിൽ. അപ്പോൾ ഇവിടെ കിട്ടണ മീൻ വേറെ ഒന്നുമല്ല, നമ്മുടെ നാട്ടിൽ കരിപ്പിടി എന്ന് പറയുന്ന, ചിലയിടത്ത് കല്ലട എന്ന് പറയും, കറുപ്പ് എന്ന് പറയും, ആ ഒരു മീനാണത് നമ്മൾ പിടിക്കാൻ പോകുന്നത്. നമ്മൾ പിടിക്കാൻ ഉദ്ദേശിക്കുന്ന കുളമാണ് ഈ കാണുന്നത്. ഈ കുളം എന്ന് പറഞ്ഞാൽ കുളം എന്നല്ല, ഇതൊരു കിണറാണ്, റിങ്ങൊക്കെ ഇട്ടൊരു കിണർ. അപ്പോൾ ഈ പറമ്പിലൊക്കെ ഇവിടെ വെള്ളം കയറുന്ന, മഴക്കാലത്ത് പറഞ്ഞാൽ വെള്ളം കയറും. ആ സമയത്ത് മീനൊക്കെ ആ പറമ്പിലേക്ക് പരന്ന് ലാസ്റ്റ് വെള്ളം ഇറങ്ങുന്നതോട് കൂടിയിട്ട് എല്ലാവരും ഈ ഒരു കുഴിയിലേക്ക് വന്ന് ചേരും. അപ്പോൾ വേറെ അധികമുള്ള വൈഡ് ഏരിയ ഒന്നുമല്ല, ചെറിയൊരു കിണർ. അതിലാണെങ്കിൽ കണ്ടമാനം മീൻ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ വരാനുള്ള കാരണം നമുക്ക് നല്ല നേരം പോക്കാണ്. നമുക്ക് മടുക്കില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ. എപ്പോഴും മീനിൻ്റെ അനക്കം ഉണ്ടാവും, മീൻ കൊത്തും, മീൻ കിട്ടാനും സാധ്യതയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. അങ്ങനെ നമുക്ക് 1-2 മീനോളം കിട്ടി. 1-2 മീനെ കിട്ടിയുള്ളൂ, ഒരെണ്ണം ചാടിപ്പോയി. അപ്പോൾ അതിനിടയ്ക്കൊരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുളത്ത് ഒടിഞ്ഞു പോയി. ഒരു മീനാണെങ്കിൽ കുളത്ത് വിഴുങ്ങി, ആ കുളത്ത് വായിൽ പൊട്ടിയിരുന്ന് നമുക്ക് കുളത്ത് നഷ്ടപ്പെട്ടു. നമ്മളാണെങ്കിൽ ഒരു ചൂണ്ടലായിട്ടാണ് വന്നത്. അതുകൊണ്ട് പിന്നെ നമുക്ക് ചൂണ്ടാനുള്ള സംവിധാനങ്ങളില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ കുളത്ത് പൊട്ടണവരെ നമ്മൾ നിന്ന് അത് പൊട്ടി അതിൻ്റെ വായിൽ കുടുങ്ങി നഷ്ടപ്പെട്ടു കൂടിയിട്ട് നമ്മളത് വൈൻഡപ്പ് ചെയ്തു. അങ്ങനത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ കിട്ടിയ ഒരു 2 മീനും കൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ മീനുകൾ ഉണ്ട്, ആ കുഴിയിൽ മീനുകളുണ്ട്, ഇഷ്ടം പോലെ മീനുണ്ട്. അത് നമുക്ക് കിട്ടി എല്ലാ ഞായറാഴ്ചയും ഞങ്ങളിപ്പോൾ അവിടേക്ക് പോകും. ഇവർ പോകണമെന്ന് പറയുമ്പോൾ ഇവർക്ക് ആ കൂടി നേരം പോകാനായിട്ട് കൊണ്ടുപോകുന്ന സ്ഥലമാണ് അത്. അപ്പോൾ അവിടെ നിന്ന് കിട്ടാവുന്ന മീനുകളെയും കൊണ്ട് നമ്മൾ വരാറുണ്ട്. നമ്മൾ കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു കിണറുണ്ട്, ഉപയോഗിക്കാത്തൊരു കിണറുണ്ട് ബാക്കിൽ. ആ കിണറ്റിലാണ് നമ്മൾ ഇട്ട് വയ്ക്കാറ്. എന്നിട്ട് ഇവർ തന്നെ സ്ഥിരമായിട്ട് അതിന് തീറ്റ കൊടുക്കും. ഇവർ തന്നെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വീഡിയോ ആണത്. വേറെ പുഴയിലേക്കൊന്നും പോയിട്ടുള്ള മീൻ പിടുത്തത്തിന് ഉള്ള സാഹചര്യം ഇല്ല. ഇവരൊന്നും കൊണ്ട് പോകാനും പറ്റില്ല. രണ്ടാളും ഒരു സ്ഥലത്ത് പറഞ്ഞ് കേട്ട് നിൽക്കില്ല. അപ്പോൾ പിന്നെ ഇവരെ കൊണ്ട് അങ്ങനത്തെ ഉള്ള ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊരു അപകടമാണ്. അതുകൊണ്ട് അങ്ങോട്ടൊന്നും പോവില്ല. ഈ ഒരു ഏരിയയിലേക്ക് ഞാൻ ഉണ്ടെങ്കിൽ മാത്രം എൻ്റെ കൂടെ വരും. കുറച്ച് നേരം ആ ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ നിൽക്കും. അതിൻ്റെ ഇടയിൽ 2 കോടി തല്ലുകൂടി ആ പരിപാടി പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടി വരാറുണ്ട്. അതുകൊണ്ട് പിന്നെ നമുക്ക് കുഴപ്പമില്ല. പിന്നെ ഇവിടെ വരുമ്പോൾ കോൺഫിഡൻസാണ്, നമുക്ക് മീൻ കിട്ടും, ഉറപ്പാണ്, അതിൽ സംശയമില്ല. കല്ലടയാണെങ്കിൽ കരിപ്പടി പോലത്തെ മീനാണെങ്കിലും അത് കിട്ടും, നമുക്ക് നിരാശപ്പെടേണ്ടി വരില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു സ്പോട്ടിലേക്ക് വരുന്നതും. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ. ബാക്കിയുള്ള വിശേഷങ്ങൾ
വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, രണ്ടാമത്തെ മീൻ നമുക്ക് കിട്ടി. രണ്ടാമത്തെ മീനും കിട്ടി. ഒരെണ്ണം ചാടിപ്പോയി. അങ്ങനെ മൊത്തം 3 മീനിൽ 2 മീനും കിട്ടിയത്. അത് രണ്ടിൻ്റെയും കുളത്ത് ഒരു കുളത്ത് വിഴുങ്ങടാക്കിട്ടാ എല്ലാ കുളത്തൊടിഞ്ഞു പോയി. കുളത്തിൽ പണിയിട്ട് അപ്പനെ കുളത്തിൽ പണിയിട്ട് കൈ കൊട്ടാൻ എടാ പിന്നെ കുളത്തിൽ പണിയിട്ടാ